ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്കൂളിൽ പോയി വിവരങ്ങളൊക്കെ അന്വേഷിച്ച ശേഷം ശാരദാമ്മ ശാലിനിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. സത്യയും പപ്പയും ഒരുമിച്ചാണ് സ്കൂളിൽ നിന്നും കാണാതായിരിക്കുന്നതെന്ന്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാലിനി. പപ്പിമോളെ കാണാതായ വിവരം പറഞ്ഞ് ആകെ കത്തിപ്പുകഞ്ഞു നിൽക്കുകയാണ് രോഹിത്. അതിന്റെ മൊത്തം ഉത്തരവാദിത്വം നമ്മുടെ സത്യമോളുടെ ചുമലിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. സത്യമോളുടെ അമ്മയെ കാണണോന്ന് പറഞ്ഞ് അങ്ങോട്ട് വരാനിരിക്കുകയാണ് രോഹിത്. ഇത് കേട്ട് ടെൻഷനോടെ ശാലിനി ചോദിക്കുന്നു, അമ്മേ ഇങ്ങോട്ടോ? ഇങ്ങോട്ട് വന്നാ എങ്ങനെയാ അമ്മയെ ശരിയാവുന്നത്? അടി, എന്നോടാണോടി നീ അത് ചോദിക്കേണ്ടത് എന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ ശാലിനി ചോദിക്കുന്നു, അമ്മേ ജില്ലാ കളക്ടറുടെ മകളാണ് സത്യെന്ന് സ്കൂളുകാര് അവരോട് പറഞ്ഞോ? ഇത് കേട്ട് സത്യഭാമ പറയുന്നുണ്ട്, അത് നീ സ്കൂളുകാരോട് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവര് ആ കാര്യം പറഞ്ഞില്ലെന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിന്റെ അഡ്രസ്സ് അത് കേട്ടാൽ വിഷ്ണുവേട്ടനെ പെട്ടെന്ന് മനസ്സിലാകില്ലേ എന്നൊക്കെ ശാലിനി പറഞ്ഞപ്പോൾ ശാരദാമ്മ പറയുന്നു, അതൊക്കെ ഇപ്പോഴത്തെ ഒരു പരവേശത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീടിരിക്കുന്നതിന്റെ സമീപം മറ്റെത്രയോ വീടുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഏതോ ഒരു സത്യയുടെ വീട്. ഇപ്പോ അവരങ്ങോട്ട് വരുന്നത് തടയാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. നീയും വിഷ്ണു തമ്മിൽ കണ്ടുമുട്ടണമെന്നും ഇനിയുമുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് അമ്മയുടെ ആഗ്രഹം. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞുങ്ങൾ കൈമോശം വന്നാൽ ശരിയാവില്ല. അത് മാത്രമല്ല, ഇപ്പോ നിങ്ങൾ തമ്മിൽ കാണാനുള്ള ഒരു വലിയ സന്ദർഭമല്ല ഇത്. എന്തൊക്കെയോ ആലോചിക്കുകയാണ് ശാലിനി. എന്റെ പൊന്നും ശാലിനി, നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ശാരദാമ്മ ചോദിച്ചപ്പോൾ അമ്മ ഫോൺ വെച്ചോ എന്ന് ശാലിനിയും പറയുന്നുണ്ട്. വളരെ ടെൻഷനോടെ ഫോൺ വെച്ചിരിക്കുകയാണ് ശാരദാമ്മ. ഈശ്വര, ഞാൻ പറഞ്ഞത് അവൾക്ക് മനസ്സിലായോ എന്തോ എന്റെ ദേവി. ഇതേ സമയം എന്താണ് ശാലിനി എന്ന് ദേവൻ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതിരിക്കുകയാണ് ശാലിനി. അപ്പോഴേക്കും സത്യമോളും പപ്പിമോളും ഒരു ബസ്സിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ തൊട്ട് പിൻസീറ്റിൽ തന്നെ ഇരിക്കുകയാണ് ആ ഭിക്ഷക്കാരനും. അപ്പോഴാണ് ശ്യാമയും അവരോട് തട്ടിക്കയറുന്നത്. ടീച്ചർമാരോട് തന്നെ, നിങ്ങൾക്ക് രക്ഷപ്പെടാനും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ന്യായീകരണമല്ലേ നിങ്ങൾ പറയുന്നത്? ഇവിടെ സ്കൂളിലെ ടീച്ചർമാരും സെക്യൂരിറ്റി ജീവനക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെ വിശ്വസിച്ചാണ് മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. ഞങ്ങൾ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നില്ല. കാര്യങ്ങൾ കൂട്ടായി ഞങ്ങൾ അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത് എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു, ശ്യാമേ, അവർ പറയുന്ന ഒന്നും കേൾക്കാനാവില്ല വിഷ്ണുവേട്ടാ. പപ്പി സ്കൂളിൽ കൊണ്ടാക്കിയിട്ടാണ് രോഹിത് മടങ്ങിയത്, അതും ആ ഗേറ്റിനുള്ളിൽ. അതിൽ കൂടുതൽ എന്താണ് പേരൻസ് ചെയ്യേണ്ടത്? സ്കൂൾ സമയം തീരുന്നത് വരെ കാവലിരിക്കണോ? പിന്നെ എന്തിനാണ് ഈ ടീച്ചേഴ്സും സെക്യൂരിറ്റി ജീവനക്കാരും ഒക്കെ? പിന്നെ എന്തിനാ ഇവർ ചോദിക്കുന്ന ഫീസ് കൊടുത്ത് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ടീച്ചർ പറയുന്നു, മേഡം, കിഡ്നാപ്പിംഗ് ഒന്നും അല്ല നടന്നിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പുറത്തുനിന്ന് ആരും സ്കൂൾ വളപ്പിനുള്ളിൽ കയറിയിട്ടുമില്ല. 2 കുട്ടികൾ സ്കൂളിൽ നിന്നും സ്വമേധയാ ചാടിപ്പോകാൻ ശ്രമിച്ചാൽ തടയാൻ ഞങ്ങൾക്കൊരു പരിധിയുണ്ട്. സെക്യൂരിറ്റി ജീവനക്കാർ പറയുന്നതനുസരിച്ച് സത്യഭാമ എന്ന കുട്ടിയാണ് ആദ്യം ഈ സ്കൂളിൽ എത്തിയത്. ആ കുട്ടി ക്ലാസ്സിലേക്ക് പോകാതെ ഗേറ്റിന് സമീപം പത്മിനിയെ കാത്തു നിൽക്കുമായിരുന്നു. പത്മിനി എത്തിയിട്ടും രണ്ടുപേരും ക്ലാസ്സിലേക്ക് പോയില്ല. കുറച്ചു സമയം അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നിട്ട് സെക്യൂരിറ്റിയുടെ കണ്ണ് വെടിച്ച് പുറത്തേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രണ്ടുപേരും സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതേ സംബന്ധിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. പദ്ധതിയിട്ടത് സ്കൂളിൽ എത്തിയതിനു ശേഷമായാലും മതിയായിരുന്നു. പക്ഷേ ഇതേ സംബന്ധിച്ച് വ്യക്തമായ പ്ലാൻ രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്നു. ഇതേ സമയം ശ്യാമ ഒരു കാര്യം ആലോചിക്കുകയാണ്. പപ്പി സത്യയോട് ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് നേരത്തെ തന്നെ ഫോണിൽ വിളിച്ചു കൊടുക്കുമോ എന്നും ശ്യാമയോട് ചോദിച്ച കാര്യം. സത്യ ഇന്ന് സ്കൂളിൽ വരുന്നില്ലേ എന്ന് പപ്പി സത്യയോട് ഫോണിൽ ചോദിച്ചു. ആ സമയം അമ്മ ഇപ്പോൾ വരാമേ എന്ന് പറഞ്ഞ് ശ്യാമ അവിടെ നിന്നേറ്റ് പോവുകയും ചെയ്തിരുന്നു. അപ്പോഴായിരിക്കും ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നത്. വീണ്ടും ടീച്ചേഴ്സ് പറയുന്നുണ്ട്, പത്മിനിയും സത്യഭാമയും തമ്മിലായിരുന്നു ഏറ്റവും കൂടുതൽ അടുപ്പം. പേരൻസ് എന്ന നിലയിൽ നിങ്ങളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഒരാൾ അറിയാത്തതായി രണ്ടാമത്തെ ആൾക്ക് ഒരു കാര്യവുമില്ല. സാധാരണ ക്ലാസ്മേറ്റ്സിൽ കവിഞ്ഞ അടുപ്പമാണ് അവരുടെ ഉള്ളിൽ. പക്ഷേ ചെറിയ കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ ടീച്ചേഴ്സ് വലിയ നിയന്ത്രണം വെച്ചിട്ടുണ്ടായിരുന്നില്ല. സ്കൂൾ സമയം കഴിഞ്ഞും അവർ രണ്ടുപേരും ബന്ധപ്പെടാലോ. പോരെങ്കിൽ ആ കുട്ടി സത്യഭാമ സ്വന്തമായിട്ടൊരു ഫോണും കൊണ്ടാണ് നടക്കുന്നത്. സ്വാഭാവികമായി ഇത്തരം ബന്ധങ്ങളിൽ അവർക്ക് രണ്ടുപേരും വലിയ ഒരു ബന്ധം കാണും. കുട്ടികളാണെങ്കിലും രണ്ടുപേരുടെയും മനസ്സിൽ അടിയുറച്ചു പോയ ഒരു വിശ്വാസവും രണ്ടാമത്തെ ആളെ അടിച്ചേൽപ്പിക്കും. രണ്ടാമത്തെയാൾ അത് പ്രതിഷേധമില്ലാതെ അനുസരിക്കുകയേ ഉള്ളൂ. മേഡം പറയുന്നത് ശരിയാണ്. സത്യഭാമ പറയുന്നത് അനുസരിച്ചാണ് പത്മിനി ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പല പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരെയും പേരെടുത്ത് പരാമർശിക്കേണ്ട എന്ന് മറ്റു ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കുകയാണ് HM. എല്ലാം കേട്ട ശേഷം രോഹിത് പറയുന്നു, ശരി മതി, വാ പോകാം. അങ്ങനെ രോഹിത് പോകാൻ തുടങ്ങുന്നു. രോഹിത് എന്ന പിന്നിൽ നിന്നും ശ്യാമ വിളിക്കുമ്പോൾ ദേഷ്യത്തോടെ രോഹിത് ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, വരാനല്ലേ പറഞ്ഞത്? അങ്ങനെ ശ്യാമയും പിറകെ പോകുന്നു. വേറെ നിവൃത്തിയില്ലാതെ വിഷ്ണുവും പിറകെ പോവുകയാണ്. അതിനിടയിൽ 3 പേരും പോയതിനു ശേഷം ഈ ടീച്ചർ മറ്റു ടീച്ചറിനോട് പറയുന്നുണ്ട്, മിസ് എന്തിനാ സത്യഭാമയുടെ പേരെടുത്ത് പറഞ്ഞത്? ഞാനൊരു നയത്തിൽ പറഞ്ഞ് ഒഴിവായതല്ലേ.
മറ്റേ ടീച്ചർ പറയുന്നു, നമ്മൾ എന്തിനാ മേഡം ഒളിച്ചു വെക്കുന്നത്? ചെയ്യാത്ത തെറ്റിനെ പഴിക്കേൽക്കേണ്ട കാര്യമില്ലല്ലോ. എച്ചും പറയുന്നു, സത്യഭാമ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആണ് എന്നുള്ള കാര്യം മറക്കരുത്, പോരെങ്കിൽ ജില്ലാ കളക്ടറുടെ മകളും. അങ്ങനെ പറയരുത്. മക്കൾ തോന്നിവാസം കാട്ടിയെങ്കിൽ സത്യഭാമയും ജില്ലാ കളക്ടറും കൂടി നേരിട്ട് കൊമ്പ് കോർക്കട്ടെ. നമ്മളെത്തിനാ ഇടയിൽ കിടന്ന് തല്ലുകൊള്ളുന്നത്. അങ്ങനെ കണ്ടക്ടർ ടിക്കറ്റ് ചോദിച്ചു വന്നിരിക്കുകയാണ്. സത്യഭാമ പറയുന്നുണ്ട്, മീൻപാറയെന്ന്. മീൻപാറ ടോപ്പിലാണോ അടിവാരത്താണോ എന്ന് കണ്ടക്ടർ ചോദിച്ചപ്പോൾ ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീടിനടുത്തെന്ന് സത്യ പറയുന്നു. ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീടിനടുത്തോ? അതെവിടെയാണെന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. അതങ്ങ് ടോപ്പില സാറി എന്ന് ആ വികലാംഗൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീട്ടിലല്ലേ? അതങ്ങ് ടോപ്പിലാണെന്ന് വീണ്ടും ആ വികലാംഗൻ പറയുന്നുണ്ട്. രണ്ടുപേരല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അതെ, ഹാഫ് മതിയെന്ന് സത്യ പറയുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുക്കുകയാണ് രണ്ടുപേരും. പേഴ്സിൽ നിന്നും പൈസ എടുത്ത് കൊടുക്കുന്നു. 500 രൂപയാണ് എടുത്ത് കൊടുക്കുന്നത്. കണ്ടക്ടർ ചോദിക്കുന്നു, 500 രൂപയോ? ചില്ലറയില്ലേ? ഇല്ല എന്ന് സത്യ പറഞ്ഞപ്പോൾ ടോപ്പിൽ ചെല്ലുമ്പോൾ ബാലൻസ് തരാം എന്ന് കണ്ടക്ടർ പറയുന്നു. ഇത് കേട്ട് നിന്ന വികലാംഗൻ പറയുന്നു, അതങ്ങ് കൊടുത്തേക്കണേ കണ്ടക്ടറെ, പിള്ളേരെ പറ്റിക്കരുത്. അത് ഞാൻ നോക്കിക്കോളാം, ഇയാളുടെ കാര്യം നോക്കിയാൽ മതിയെന്ന് കണ്ടക്ടർ. ഇയാൾ എങ്ങോട്ടാണെന്ന് കണ്ടക്ടർ ആ വികലാംഗനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, മീൻപാറയെന്ന്. ടോപ്പിലോ അടിവാരത്തോ എന്ന് ചോദിച്ചപ്പോൾ ആ പിള്ളേരെ ഒന്ന് നോക്കിയിട്ട് ടോപ്പിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നു. ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് പപ്പിയും സത്യയും ആ വികലാംഗനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മറ്റു ആൾക്കാർക്കും ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് കണ്ടക്ടർ. ഇതേ സമയം സ്കൂളിൽ എത്തിയിരിക്കുകയാണ് ദേവൻ. ഇങ്ങനെ നടന്നു പോയപ്പോൾ ദേവൻ രോഹിത്തിനെ ഒന്ന് തട്ടുന്നുണ്ട്. എന്താടോ ഈ കാണിക്കുന്നത് എന്ന് രോഹിത് ചോദിക്കുന്നു. രോഹിത്തിന്റെ മൊബൈൽ വരെ താഴെ വീണിരിക്കുകയാണ്. ദേവൻ രോഹിത്തിനോട് സോറി പറയുകയും ചെയ്യുന്നു. ബ്രോ, താന്റെ മുഖത്ത് കണ്ണില്ലേടോ എന്ന് വളരെ ദേഷ്യത്തോടെ രോഹിത് വീണ്ടും ചോദിക്കുന്നു. വിഷ്ണുവും അവിടേക്ക് വന്നു. ഐ എം സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണെന്ന് ദേവൻ പറഞ്ഞപ്പോൾ ഇവിടെ വേറെ ആരും ടെൻഷൻ ഇല്ല എന്ന് നടക്കുവല്ലേ, താൻ പോ എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. വിഷ്ണു അയാളോട് പറയുന്നു, ഹലോ ഒരു മിനിറ്റ്. എന്നാൽ പോയത് രോഹിത്തിന്റെ അല്ലായിരുന്നു, ദേവന്റെ ഫോണായിരുന്നു താഴെ വീണത്. വിഷ്ണു ആ ഫോൺ എടുക്കുകയാണ്. ആ ഫോൺ എടുത്ത് ദേവന്റെ കയ്യിൽ കൊടുക്കുകയാണ് വിഷ്ണു. ഹലോ, ഐ എം ദേവൻ എന്ന് ദേവൻ പറയുന്നു. ഐ എം വിഷ്ണു എന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. രണ്ടുപേരും കൈ കൊടുത്തു. രോഹിതും ശ്യാമയും ഇത് ശ്രദ്ധിക്കുന്നു. ബ്രോ ഒന്ന് വരുന്നുണ്ടോ എന്ന് രോഹിത് പറയുകയാണ്. ബ്രോ, ഇവിടെ പ്രിൻസിപ്പൽ വാർഡ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ദേവൻ പറയുകയാണ്. അതുവഴി ഞങ്ങളിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത് എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ ഇത് കണ്ടു നിന്ന് രോഹിത് ചോദിക്കുന്നു, താൻ എന്താ ചോദിച്ചത്? ഇയാൾ എങ്ങോട്ടാ പോകുന്നതെന്നാ ചോദിച്ചത് എന്ന് രോഹിത് വീണ്ടും ദേവനോട് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പലിനെ കാണാനെന്ന് ദേവൻ പറയുന്നുണ്ട്. ഇയാൾ എന്തിനാ പ്രിൻസിപ്പലിനെ കാണുന്നത് എന്ന് രോഹിത് പറഞ്ഞപ്പോൾ ദേവൻ പറയുന്നു, നിങ്ങളുടെ ശരീരത്തിൽ അബദ്ധത്തിൽ ഒന്ന് കൂട്ടിമുട്ടി എന്ന് പറഞ്ഞാൽ വേറെ ബന്ധമൊന്നുമില്ല നമ്മൾ തമ്മിൽ. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. എന്നാലും ഒരു സാമാന്യ മര്യാദയുടെ പേരിൽ ഞാൻ മറുപടി പറയാം. പ്രിൻസിപ്പൽ എന്നെ വിളിപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത്. എടാ നീ വന്നേ, നമുക്ക് സമയം കളയണ്ട, വാ പോവാം എന്നൊക്കെ വിഷ്ണു രോഹിത്തിനോട് പറഞ്ഞപ്പോൾ ഇതിനിടയിൽ ദേവൻ അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഡോ എന്നെ ദേഷ്യത്തോടെ രോഹിത് വിളിക്കുന്നു. സത്യഭാമയുടെ ഫാദറല്ലേ നിങ്ങൾ എന്ന് ദേവനോട് ദേഷ്യത്തോടെ തന്നെ രോഹിത് ചോദിക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ദേവൻ പറഞ്ഞപ്പോൾ സത്യഭാമയുടെ കാര്യം സംസാരിക്കാനല്ലേ നിങ്ങൾ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് പോകുന്നത് എന്ന് രോഹിത് വീണ്ടും ചോദിക്കുന്നു. അതെ എന്ന് ദേവൻ. ഞങ്ങളെ മനസ്സിലായോ ഇയാൾക്ക്? ഇയാളുടെ മോള് സ്കൂളിൽ നിന്ന് ചാടിച്ചുകൊണ്ട് പോയ കുട്ടിയില്ലേ പത്മിനി, അവരുടെ അച്ഛനമ്മമാരാണ് ഞങ്ങൾ എന്ന് രോഹിത് ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ദേവൻ മനസ്സിൽ വിചാരിക്കുന്നു, അപ്പോൾ ഇത് ആ വിഷ്ണു തന്നെ, ശാലിനിയുടെ വിഷ്ണു. ഇയാളെ കാണാനാണ് ഞങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങിയത്. ഇമാതിരി പെൺകുട്ടിയെ വളർത്തി വെച്ചിരിക്കുന്നതിന് ഒരു അവാർഡ് തന്നെ ആദരിക്കാൻ. ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു, ഈശ്വര എന്താ ഇവിടെ നടക്കുന്നത്? ഞങ്ങളുടെ പെൺകൊച്ചി എവിടെ പോയതിനുള്ളതിന് താങ്കൾ മറുപടി പറയണം ഇപ്പോൾ ഇവിടെ വെച്ച് എന്ന് ദേഷ്യത്തോടെ രോഹിത് പറഞ്ഞപ്പോൾ രോഹിത് നീ എന്തൊക്കെയാ പറയുന്നത്? അതിന് ഇയാൾ എന്ത് പിഴച്ചു എന്ന് വിഷ്ണുവും ചോദിക്കുന്നു. ഇയാൾ പിഴച്ചു, ഇയാളെ പിഴച്ചിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ രോഹിത് ദേഷ്യത്തോടെ പറയുന്നു. ഈശ്വര ആരാ ഈ മനുഷ്യനെന്ന് ശ്യാമ മനസ്സിൽ വിചാരിക്കുകയാണ്. നമ്മുടെ പപ്പിമോൾക്ക് അങ്ങനെ ഒരു ദുശീലവും ഇല്ലായിരുന്നു. തൊടി കിടന്ന് ഒരു കുഞ്ഞിക്കുരു കിട്ടിയാൽ അത് നമ്മളോട് പറയുമായിരുന്നു അവള്. അവള് ഇപ്പോൾ ആരോടും മിണ്ടാതെ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക എന്നൊക്കെ വളരെ സങ്കടത്തോടെ പറയുകയാണ് രോഹിത്. പുതിയ ബന്ധങ്ങൾ, പുതിയ കൂട്ടുകൾ, അതും സ്കൂളിൽ നിന്ന് കിട്ടിയത്. അതിന് വളം വെച്ച് കൊടുത്തതാ നമ്മൾ ചെയ്ത തെറ്റ്. ആ ബന്ധത്തിൽ നിന്നാണ് പപ്പിക്ക് ഇത്രയും ധൈര്യം കിട്ടിയത്. അതെങ്ങനെയാ വീട്ടിൽ പോലും കയറി നിരങ്ങുമല്ലായിരുന്നോ തന്തയാരാ ആരാ എന്നറിയാത്ത തെമ്മാടി പിള്ളേര്. വേഷഭൂഷാദികളും സമൂഹത്തിലെ സ്റ്റാൻഡേർഡ് നോക്കി ആൾക്കാരെ അളക്കരുത് ശ്യാമേ. ഒരാളുടെ ഉയരം അളക്കേണ്ടത് മറ്റു ചിലരുടെ മാനദണ്ഡം അനുസരിച്ചാണ്. 1ാം ക്ലാസ് എത്തിയതേ ഉള്ളൂ ഇയാളുടെ മകള്. കൂടെ കിടക്കുന്ന ഒരു കുട്ടിയും കൊണ്ട് ഇപ്പോഴേ ഒളിച്ചോട്ടം നടത്താൻ കെൽപ്പുണ്ടെങ്കിൽ ഒരു 10-15 വർഷം കഴിയുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറച്ച് മുമ്പേ വരെ ആ സത്യഭാമയോട് എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു. ഇയാളെ കണ്ടതോടെ എനിക്ക് പൂർണ്ണമായിട്ടും അതങ്ങ് മാറി. സ്വന്തം മകള് പഠിക്കുന്ന സ്കൂളിലെ ആ പ്രിൻസിപ്പലിന്റെ റൂം അന്യരോട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു അച്ഛന്റെ മുന്നിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. തെറ്റ് ആ കുട്ടിയുടേതല്ല. തെറ്റ് ആ കുട്ടിയുടെ മാത്രമല്ല, മക്കളെ ജനിപ്പിച്ചാൽ മാത്രം പോരാ, സമ്പത്തും സുഖ സൗകര്യങ്ങളും കൊടുത്ത്
വളർത്തുന്നത് കൊണ്ടും ഒന്നുമായില്ല. ഒരിറ്റ് സ്നേഹവും വാത്സല്യം കൂടി അതിന്റെ കൂടെ കൊടുക്കണമെന്ന് രോഹിത് പറയുന്നുണ്ട്. ദേവൻ സംസാരിക്കാൻ പോയപ്പോൾ രോഹിത് വീണ്ടും പറയുന്നു, ഇയാളൊന്നും സംസാരിക്കാനുള്ള അവകാശം ഇയാൾക്കില്ല. ഇപ്പോൾ എല്ലാം വ്യക്തമായിട്ട് ഓർത്തെടുക്കുന്നുണ്ട് ഞാൻ. വിദേശത്ത് എവിടെയോ അല്ലേ തന്റെ ജോലി? പുറത്തെവിടെയോ കിടന്ന് മകൾക്ക് വേണ്ടി ക്യാഷ് ഉണ്ടാക്കുന്നു അല്ലേ? അതുകൊണ്ട് എല്ലാം ആയെന്നാണോ ഇയാളുടെ വിചാരം? ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ ഹോട്ടലിന്റെ വാർഷികത്തിന് ഇയാളുടെ മോള് സംസാരിച്ചത്. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം കണ്ടതായിട്ട് അവൾക്ക് ഓർമ്മയില്ല എന്ന്. ആ മുഖം ഓർമ്മയില്ലെങ്കിലും അവൾക്ക് ഏറ്റവും ഇഷ്ടം അവളുടെ അച്ഛനെയാണെന്ന്. ആ അച്ഛൻ കഥ പറഞ്ഞു കൊടുക്കുന്നതും കൂടെ കിടത്തി ഉറക്കുന്നതും ഒക്കെയാണ് ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൾക്ക് തന്നോട്. സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വിദേശത്ത് അലഞ്ഞു തിരിയുമ്പോൾ അത് താൻ തിരിച്ചറിഞ്ഞോ? ഇതൊക്കെ രോഹിത് പറയുമ്പോൾ വിഷ്ണുവിന്റെ മുഖത്തേക്കാണ് ദേവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. വിഷ്ണു ദേവന്റെ മുഖത്തേക്കും നോക്കുന്നുണ്ട്. വീണ്ടും രോഹിത് പറയുന്നു, ഇപ്പോൾ പൊട്ടി മുളച്ചിരിക്കുന്നു. നാണം ഉണ്ടോടോ തനിക്ക്? ഈ മുഖം കണ്ടാൽ തിരിച്ചറിയില്ല നിങ്ങളുടെ മകൾ. ഒരച്ഛൻ വന്നേക്കുന്നു. എടോ, മറ്റൊന്നുമില്ലെങ്കിലും പെൺകുട്ടികൾക്ക് വേണ്ടത് അച്ഛന്റെ സ്നേഹവും സാന്ത്വനവും ഒക്കെയാണ്. അതില്ലെങ്കിൽ എല്ലാം പോയി. നോക്കിക്കോ, നാളത്തെ നമ്പർ 1 തെമ്മാടിയായിരിക്കും തന്റെ മകൾ. അതിന് ഉത്തരവാദി അവളുടെ സ്വന്തം അച്ഛനും. രോഹിത്തെ മതി നിർത്തനൊക്കെ വിഷ്ണു പറഞ്ഞപ്പോൾ വീണ്ടും രോഹിത് പറയുന്നു, മതിയാക്കാണ്. ഇയാളെ പോലെയുള്ളവരുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണം മാത്രമാണ് ഇവർക്കൊക്കെ പ്രധാനം. ആ നിലയിൽ തന്നെ കത്തിത്തീരുകയും ചെയ്യും. അതൊക്കെ ആവട്ടെ, ഞങ്ങളുടെ കുട്ടിയെ വെറുതെ വിട്ടേക്കാൻ നിങ്ങളുടെ മകളോടൊന്ന് പറഞ്ഞേക്കണം. തന്റെ മകളെ പോലെ അല്ലല്ലോ എൻ്റെ മകൾ. എൻ്റെ സ്വന്തം ചോരയാണ്. അതിൽ തൊട്ടാൽ പൊള്ളിക്കും ഞാൻ, ഓർത്തോ. കളിക്കാൻ വന്നത് സത്യഭാമയുടെ കൊച്ചുമകളോടാണെന്ന് ഓർമ്മ വേണം. ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു, ഈശ്വര, കുഞ്ഞേച്ചി പറഞ്ഞു വിട്ടതായിരിക്കും ഇയാളെ. എന്നിട്ടിപ്പോ സകല പാപഭാരവും ഈ സാറിന്റെ തലയിലായല്ലോ. പിന്നെയും രോഹിത് ഒന്ന് വാണിംഗ് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ശ്യാമയും പിറകെ പോകുന്നു. വിഷ്ണുവും പോവുകയാണ്. സങ്കടത്തോടെ നിൽക്കുകയാണ് ദേവൻ. ഇത്രയും രോഹിത് പറഞ്ഞിട്ട് പോലും ഒരു അക്ഷരം ദേവൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞതുമില്ല. ഇതേ സമയം പപ്പി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ വികലാംഗനെയൊന്ന് നോക്കുന്നുണ്ട്. അയാളാണെങ്കിൽ ഈ കുട്ടികളെ നോക്കി ചിരിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.